ഓരോ പ്രവൃത്തിയും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു വികാസവും വിശാലതയുമായി തീരും. അതാണ് യോഗ കർമ്മസു കൗശലം. ഇതൊരു വലിയ പ്രസ്താവനയാണ്. കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു കൗശലമാണ് ഈ യോഗം. കണ്ണടച്ചിരിക്കുന്ന യോഗമൊന്ന് വേറെ, അത് തപസ്വികൾ അനുഷ്ഠിച്ചോട്ടെ, നമുക്കതിൻ്റെ അവിടെ പോണ്ട. നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നവരാണ്, യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പം അതിൽ ആ പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും അധികം കൗശലം, സാമർഥ്യം, കഴിവ്, മികവ് ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ യോഗം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ സംവാദം എപ്പോൾ നടന്നതാ? ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ, 5152 കൊല്ലമെങ്കിലും മുൻപ്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഇതിപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ നടന്നതാ. ഇതിൽ ജനകനെ മാതൃകയായി കൃഷ്ണൻ അവതരിപ്പിക്കുന്നുമുണ്ട്. ആ ശ്ലോകം നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ കേൾക്കാം. ജനക മഹാരാജാവ് ജീവിച്ചത് എപ്പോഴാണ്? ത്രേതായുഗത്തിൽ. അദ്ദേഹത്തിനും ഒരു സംവാദം ഇതുപോലെ കിട്ടുകയുണ്ടായി. ആരുടെ അടുത്ത് നിന്ന്? അഷ്ടാവക്ര മഹർഷിയുടെ കയ്യിൽ നിന്ന്. അപ്പം ജനകൻ അതിബുദ്ധിമാനാണ്, അർജുനനെ പോലെയല്ല. അർജുനൻ പെട്ടെന്ന് പടക്കളത്തിൽ വന്ന് അവശനായതാ. ജനക മഹാരാജാവിന് അങ്ങനെയുള്ള പാരവശ്യമൊന്നുമില്ല. ചെറുപ്പം മുതൽക്കേ അദ്ദേഹം വളരെയധികം ശാസ്ത്രങ്ങൾ കേട്ടും വായിച്ചും തത്വവിചാരം ചെയ്തും ബ്രഹ്മസദസ്സുകൾ ധാരാളം വിളിച്ചുകൂട്ടി അവിടെ ഓരോരുത്തരോട് ചോദ്യവും ഉത്തരവും ഒക്കെ പറഞ്ഞും പറയിപ്പിച്ചും കേട്ടും പങ്കാളിയായും ഇരുന്നിട്ടുള്ള ഒരു മഹാരാജാവാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു സംവാദം ആരായിട്ടുണ്ടായി? അഷ്ടാവക്ര മഹർഷി. ഒരു ദിവസം ജനക മഹാരാജാവ് തൻ്റെ വിശേഷപ്പെട്ട സദസ്സോടുകൂടി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വിദ്വാൻമാർ പലരും ഉണ്ട്, പല തരത്തിലും പല ശാഖകളിലുമുള്ള വിദ്വാൻമാർ. അങ്ങനെ സദസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും മഹർഷിമാർക്ക് പോകാൻ അവകാശമുണ്ട്. ഒരു രാജാവും തടുത്തു നിർത്തിയില്ല. അവർക്കുള്ള സ്വതസിദ്ധമായ ഒരു അവകാശം. അവർ വെറുതെ എങ്ങനെ പോവില്ല. പോകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. അപ്പം അഷ്ടാവക്ര മഹർഷി ആ സദസ്സിൽ ഒരു ദിവസം കയറി അങ്ങോട്ട് ചെന്നു. ഈ അഷ്ടാവക്രം എന്നുള്ള പേര് തന്നെ ശരീരത്തിന് 8 വളവുള്ളത് കൊണ്ടാണ്. അപ്പോൾ 8 വളവുള്ള ഒരാൾ നടക്കുമ്പോൾ ആ നടത്തം എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊന്ന് ഭാവന ചെയ്യാം. ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും പിരിഞ്ഞും കുനിഞ്ഞും നീർന്നും അങ്ങനെ പലതരത്തിലാണല്ലോ നടക്കുക. ഇങ്ങനെ നടന്ന ഒരാൾ അവിചാരിതമായി മുൻപിൽ അറിയൂല്ല, പറയൂല്ല, പരിചയപ്പെടുത്തിയിട്ടുമില്ല, മഹാരാജാവും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എല്ലാം കൂടിയായി സദസ്സിന് ഇങ്ങനെ ഒരാൾ വരണ കണ്ടപ്പോൾ എല്ലാവരും നോക്കി കുലുങ്ങി അങ്ങോട്ട് ചിരിച്ചു. ആ ചിരി ഒരു അനുമോദന ചിരിയല്ല, പരിഹാസച്ചിരിയാ, കൂട്ടപരിഹാസച്ചിരി. ഈ ചിരി അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ അഷ്ടാവക്രൻ അത് കണ്ടിട്ട് അങ്ങോരും ചിരിച്ചു. അവിടെയാണ് ജനക മഹാരാജാവിന് വിഷമവും അതിശയവും തോന്നിയത്. നമ്മുടെ സദസ്സ് ഇദ്ദേഹത്തിൻ്റെ നടത്തം കണ്ട് ചിരിച്ചത് ശരി, പക്ഷെ ഇദ്ദേഹം പ്രതിച്ചിരി ചിരിച്ചത് എന്തിനാണെന്നായി അദ്ദേഹം. ഉടനെ വിളിച്ചു, ഇരിക്കാൻ പറഞ്ഞു. അതെ, എൻ്റെ സദസ്സ് ചിരിച്ചത് എനിക്ക് മനസ്സിലാക്കാം, അങ്ങ് ചിരിച്ചത് എന്തിനാണാവോ ചോദിച്ചു. അപ്പം ഈ ആർജവം എന്നുള്ളൊരു ഗുണമാണ് എല്ലാവർക്കും ഏറ്റവും വിശേഷപ്പെട്ടത്. അപ്പോൾ ജനക മഹാരാജാവിന് മനസ്സിൽ തോന്നിയത് എന്തോ അത് മഹർഷിയുടെ മുൻപിൽ അവതരിപ്പിച്ചു. എൻ്റെ സദസ്സ് ചിരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 8 വളവുള്ള ഒരാൾ വരണ കണ്ടപ്പോൾ, ആ നടത്തം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. പക്ഷെ അങ്ങ് ചിരിച്ചത് എന്തിനാന്നായി അതെനിക്ക് മനസ്സിലായില്ല. ഉടനെ ചോദിക്കണം തോന്നി ചോദിച്ചു. അപ്പം മഹർഷി പറഞ്ഞു, എൻ്റെ നടത്തത്തിലെ പ്രത്യേകത കണ്ടിട്ടാണല്ലോ അവരെല്ലാവരും കൂടി ചിരിച്ചത്. ഇവർക്ക് എല്ലാവർക്കും ഓരോ ശരീരമുണ്ട്. ആ ശരീരം ആരും സമ്പാദിച്ച് കിട്ടിയതല്ല. അമ്മ പ്രസവിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ശരീരം കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കറുപ്പാവാം, വെളുപ്പാവാം, ഉയരം കൂടാം, കുറയാം, നല്ല മുഖ കാന്തി ഉള്ളവരാവാം, ഇല്ലാത്തവരാവാം, കൂനന്മാരാവും, പലതരത്തിലും ഉണ്ടാവും. പക്ഷേ ജനിച്ച് കിട്ടുന്ന ശരീരത്തിന് ഒരാളും ഉത്തരവാദികളല്ല. വാസ്തവത്തിൽ അച്ഛനമ്മമാർക്ക് പോലും അതിൽ ഉത്തരവാദിത്വമില്ല. ഗർഭാധാനം നടന്നു, കുട്ടിയെ പ്രസവിച്ചു, വളർന്നു, ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ശരീരത്തിലുള്ള കോട്ടവാട്ടങ്ങളോ അല്ല സൗന്ദര്യമോ ഇതിനൊന്നിനും നമുക്കൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ എനിക്കിങ്ങനെ 8 വിളവുണ്ടായി, ഞാൻ വിളവോട് കൂടിയല്ലാതെ പിന്നെ എങ്ങനെയാണ് നടത്തുക? ഇവരാരെങ്കിലും എൻ്റെ ഈ വിളവ് മാറ്റാൻ പറ്റുമോ? എന്നാൽ പാറ്റട്ടെ, അപ്പോൾ വിളവില്ലാതെ നടക്കാം. അതൊന്നും ചിന്തിക്കാതെ അവരിങ്ങനെ ചിരിച്ചപ്പോൾ
പ്രകൃതിയും ഈ ലോകവും ഇതിൻ്റെ ഒന്നും ഗതി അറിയാത്തവരാ. അങ്ങനെ ഒരു ഗതി അറിയാത്തവരെ വെച്ചുകൊണ്ടാണോ ഈ പ്രസിദ്ധനായിരിക്കുന്ന ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ വലിയ വിദ്വത് സദസ്സ് എന്ന് ലോകം മുഴുവനും സംസാരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു കൂട്ടരാണോ ഈ ജനക മഹാരാജാവിൻ്റെ സദസ്സിൽ എന്ന് ഞാൻ ആലോചിച്ചു. മാത്രമല്ല, അങ്ങയെപ്പോലെ അങ്ങേ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു മഹാരാജാവ് ഇവരുടെ ഉപദേശം കേട്ടിട്ടാണോ രാജ്യകാര്യങ്ങൾ നടത്തണത്? അപ്പം ആ ഉപദേശത്തിൽ എത്രത്തോളം കഴിവും കാര്യവും ഉണ്ടാവും എന്നും ആലോചിച്ച് ഞാൻ പൊട്ടിച്ചിരിച്ചതാ. എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. എന്തു പറയണു നിങ്ങൾ? ഒരാളെ ഇങ്ങനെ കണ്ടാൽ അനുഭാവം തോന്നി, അയ്യോ ഇദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ, എന്താണാവോ എന്ന് പറഞ്ഞ് ചിരിക്കുക. അതും പഠിപ്പും അറിവുമുള്ളവർ. ചിലര് വീണാ ചിരിക്കുന്നു പറയും. ഞാൻ ഇതേവരെ വീണപ്പോൾ ചിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്താ ഈ വീണ ചിരിക്കുകയാണോ വേണ്ടത്, അതോ വീണ ആൾക്ക് എന്തു വേണോ സൗകര്യം എന്ന് പറഞ്ഞ് ചോദിച്ച് അടുത്ത് ചെല്ലണോ? എന്താ നമുക്ക് ആവശ്യം? അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഉടനെ ജനക മഹാരാജാവ് ബുദ്ധിമാനാണല്ലോ, അദ്ദേഹം കാക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ കാര്യം. അപ്പോൾ എനിക്ക് വിവേകമുണ്ടാവത്തക്ക വിധത്തിൽ ആത്മജ്ഞാനം ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതാണ് കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. 3 ചോദ്യങ്ങളാ. ജ്ഞാനം എങ്ങനെ കൈവരും? വൈരാഗ്യം നേടുന്നത് എങ്ങനെ? മുക്തി എപ്പോഴാണ് ഉളവാകുക, സംഭവിക്കുക എന്ന്? ഈ 3 ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുക. എങ്ങനെ ചോദിച്ചോ അതേമാതിരി ഹ്രസ്വമായി തെരഞ്ഞെടുത്ത അക്ഷരങ്ങളിൽ ഓരോന്നിനും മറുപടി പറയുക. അപ്പം ആ പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ പടക്കളത്തിൽ വെച്ച് കൃഷ്ണനും അർജുനനും തമ്മിൽ ദ്വാപരയുഗാന്തത്തിൽ നടന്ന സംവാദം, അത് ത്രേതായുഗത്തിൽ തൻ്റെ രാജധാനിയിൽ വിദ്വത് സദസ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സമാധാനാന്തരീക്ഷത്തിൽ അവിചാരിതമായി വന്ന മഹർഷിയോടുകൂടി ആത്മജ്ഞാനം അന്വേഷിച്ച് സദസ്സൊക്കെ അവിടെ ബാക്കി നിന്നു ചോദിച്ചു. അവിടെ നടന്ന സംവാദ. അതിൽ അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. ജനകൻ ഓൾറെഡി നല്ല ബുദ്ധിയുള്ളവനാണ്, നല്ല അറിവുണ്ട്, അനവധി ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലരും ഉപദേശിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. ജനക മഹാരാജാവിൻ്റെ അടുക്കലേക്ക് ശുഗമഹർഷിയെ വരെ വേദവ്യാസ മഹർഷി പറഞ്ഞയച്ചു പൂർണ്ണമായിട്ട് ജ്ഞാനം കിട്ടാൻ. എന്നിട്ടോ ഗോപുരത്തിന് പുറത്ത് 6 മാസം നിർത്തി, ഗോപുരത്തിനകത്ത് നിർത്തി, രാജധാനിയിൽ നിർത്തി, അന്തഃപുരത്തിൽ കുറേ കാലം ചെലവ് ചെയ്തു. എന്നിട്ടാണ് വിളിച്ച് ഉപദേശം കൊടുക്കുന്നത്. നീ സ്വതവേ പ്രബുദ്ധനാണ്, നിന്റെ അച്ഛൻ പോരാത്തത് പറഞ്ഞു തന്നിട്ടുണ്ട്, നീ അറിയുന്നതും അച്ഛൻ പറഞ്ഞു തന്നതും എന്തോ കാരണത്താൽ സംയമമില്ലാത്തതിൻ്റെ പേരിൽ നിനക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതാ ഒന്നും കൂടി വിശദമാക്കി തരാം, നിനക്കെല്ലാം തെളിയും എന്ന് പറഞ്ഞാണ് ഉപദേശിച്ചത്. അത്ര വിശേഷപ്പെട്ട ഒരു ജ്ഞാനിയാണ് ആര്? ജനകൻ. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കിട്ടിയത് അഷ്ടാവക്രൻ്റെ അടുത്തുനിന്നാണ്. ആ ചോദ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ധർമാധർമ്മവും സുഖം ദുഃഖം മാനസാനി നതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. ധർമ്മം അധർമ്മം. എന്താണ് ഈ ധർമ്മം, എന്താണ് ഈ അധർമ്മം? ഇത് വെറും 3 അക്ഷരാണോ അല്ലെങ്കിൽ 2 അക്ഷരാണോ? ധർമ്മം. ആ ധർമ്മം, ഈ അക്ഷരം എവിടുന്നാ വന്നത്? മനുഷ്യമുഖത്തിൽ നിന്ന്. അക്ഷരം പുറപ്പെടുവിച്ചതാരാ? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചേതന, ശക്തി, ആശയം. അപ്പോൾ ഓരോ അക്ഷരവും ഓരോ വാക്കും മനുഷ്യൻ്റെ ബുദ്ധിയിലോ മനസ്സിലോ തെളിയുന്ന ആശയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ധർമ്മം അധർമ്മം എന്ന് പറയുന്നതിന് അടിസ്ഥാനം എവിടെയാ? ഈ ബാഹ്യലോകമോ അതോ ധർമാധർമ്മ ഗണനകൾ തൊടുത്തുവിടുന്ന മനസ്സോ? നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. എന്താണ് ഈ ഈശ്വരൻ? നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരാശയം, സങ്കല്പം. നമ്മൾ ഈശ്വരൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോഡ് എന്ന് പറയും. അതൊരു വാക്കാണ്, നമ്മുടെ വാക്കാണ്. ഡോഗ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു വാക്കാണ്. ഡോഗ് എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് 4 കാലിൽ നടക്കുന്ന ഒരു നായയാണ്. അതേപോലെ ഗോഡ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ആരെ, എന്തിനെ, എവിടെ, എങ്ങനെ? ഇത് ആര് പറയും? നമ്മൾ വേണം പറയാൻ. അപ്പം സർവ്വ ആശയങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്.
മനസ്സാണ് അതിൻ്റെ ഉറവിടം. ധർമാധർമ്മവും സുഖം ദുഃഖം. ഇനി ഒന്നിനെ സുഖം എന്ന് പറയുന്നു, പിന്നെ ഒന്നിനെ ദുഃഖം എന്ന് പറയുന്നു. ഇതേതാ? നമുക്കുള്ള അനുഭവങ്ങളാണ്. അപ്പം നമ്മുടെ അനുഭവങ്ങളെ നാം നാമകരണം ചെയ്ത് വ്യപദേശിക്കുന്നു. അതുമാതിരി ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമോ നിഷ്ഠയോ മൂല്യം. നമ്മുടെ ജീവിതം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ സമ്പർക്കം, ഇവയെ വേണ്ടതുപോലെ പരബദ്ധമാക്കി തീർക്കാൻ, അന്യജനങ്ങളോട് അവർക്ക് ഇടച്ചലില്ലാതെ സമഞ്ജസപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി നാം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങളും നിയന്ത്രണങ്ങളും മര്യാദകളുമാണിത്. ഇതിന് നമ്മുടെ മനസ്സാണ് പ്രമാണം. ഇതൊക്കെ മാനസം, മനഃസൃഷ്ടം. ദേ ആർ ഓൾ മെന്റൽ. സുഖം ദുഃഖം എന്ന് പറയുന്നത് എങ്ങനെ മാനസമോ, ധർമാധർമ്മം എന്ന് പറയുന്നതും മാനസമാണ്. നതേ വിഭോ. മാനസമായ സുഖദുഃഖങ്ങളോ ധർമാധർമ്മങ്ങളോ ജനക മഹാരാജാവേ അങ്ങക്കില്ല. അങ്ങ് ആരാ? പാഞ്ചഭൗതികമായി ശരീരമല്ല. അല്ല, പാഞ്ചഭൗതികമായി പ്രപഞ്ചത്തെ നോക്കി കാണുന്നവനാണ് അങ്ങ്. കാണപ്പെടുന്നതാണ് ലോകം, കാണപ്പെടുന്നതാണ് ശരീരം. അങ്ങ് കാണുന്നവനാണ്. കാണുന്നവൻ വിഷയസ്ഥാനത്ത് നിൽക്കുന്നു. കാണപ്പെടുന്നതൊക്കെ വിഷയമാണ്. വിഷയവും വിഷയിയും കൂടി ഇണങ്ങുന്നുണ്ടെങ്കിലും സമ്പർക്കമുണ്ടെങ്കിലും വിഷയമാവാൻ പോകുന്നില്ല. വിഷയം വിഷയിയാവാനും പോണില്ല. ഞാനിത് പറയുമ്പോൾ സൂക്ഷ്മമാണ്, മനസ്സിലാവണില്ല എന്ന് പറയരുത് കേട്ടോ. ഞാൻ ഈ പറയുന്നതിൽ എന്താ മനസ്സിലാവാതെയുള്ളത്? വലത്തെ കയ്യിൽ ഇത് പിടിച്ചിരിക്കുന്നു, ഇടത്തെ കയ്യിൽ ഇത് പിടിച്ചിരിക്കുന്നു. ഈ സാധനം ഇതാവാൻ പോണില്ല, ഇതാവാൻ പോണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഞാൻ കാണുന്നവനാണ്. ഏതിനെ കാണുന്നു? ഇതിനെ കാണുന്നു. കാണപ്പെടുന്നതാണ് ഈ പേന. കാണപ്പെടുന്ന പേന കാണുന്നവനാകുമോ? ഇല്ല, ഇല്ല, ഇല്ല. കാണുന്നവൻ കാണുന്ന സ്ഥാനത്ത് നിൽക്കുന്നു, കാണപ്പെടുന്നത് അത് വിട്ട് വേറെ നിൽക്കുന്നു. നിങ്ങൾക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൂരത്ത് നിങ്ങൾ അല്ലാതെ ആയിത്തീരണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഇതാ ചുറ്റുമുള്ള. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റും ചുമരുണ്ട്, ക്യാമറയുണ്ട്, റൂഫുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ മേശയുണ്ട്. സർവ്വ സാധനങ്ങളും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ ആരാ? കാണുന്നവൻ. ബാക്കിയുള്ളതൊക്കെയോ കാണപ്പെടുന്നത്. കാണപ്പെടുന്നതിനെയാണ് ഓബ്ജക്റ്റ്, വിഷയം എന്ന് പറയുന്നത്. കാണുന്നതോ വിഷയി, വിഷയത്തെ കാണുന്നവൻ. വിഷയി എന്നുള്ളൊരു വാക്കൊരു പക്ഷേ നിങ്ങൾക്ക് പുതിയതാവാം, പക്ഷേ ഇന്നു മുതൽക്ക് അത് പരിചയത്തിലിരിക്കട്ടെ. സബ്ജക്റ്റ് എന്നാണ് അതിനർത്ഥം. ചെറുപ്പകാലം മുതൽക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ രാമൻ പോകുന്നു, രാമൻ ലക്ഷ്മണനെ വിളിച്ചു എന്ന് പറയുമ്പോൾ രാമൻ കർത്താവ്, ലക്ഷ്മണൻ കർമ്മം, വിളിച്ചു അത് ക്രിയ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൽ നിന്നാണ് പ്രവൃത്തി തുടങ്ങുന്നത്, കർമ്മത്തിലേക്കാണ് പ്രവൃത്തി പ്രവഹിക്കുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഭവസ്ഥാനമാണ് കർത്താവ്. അത് ആർക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയോ ചെല്ലുന്നു, അതാണ് കർമ്മം. കർത്താവും കർമ്മവും തമ്മിൽ വ്യത്യസ്തമായാലേ ക്രിയ, അവയെ ബന്ധിപ്പിക്കുന്ന ക്രിയ ഉണ്ടാവുള്ളൂ. ഇത് ചെറുപ്പകാലം മുതൽക്ക് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. എന്താ നിങ്ങളത് വിഷമാന്ന് പറയണേ? അനുവദിക്കില്ല ഞാൻ വിഷമെന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വവും ബുദ്ധിയും ഒക്കെ ഛർദ്ദിച്ച് കളഞ്ഞോളൂ. എന്താ ഈ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നോ? ആര് സമ്മതിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? എ ബി അല്ല, ബി എ അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭൂമിയല്ല വെള്ളം, വെള്ളമല്ല ഭൂമി, ഭൂമിയും വെള്ളവുമല്ല കാറ്റ് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കാൻ വിഷമം? ഞാൻ ഈ ലോകത്തെ കാണുന്നു, ലോകം എന്നാൽ കാണപ്പെടുന്നു. എന്നിൽ നിന്ന് ലോകം വേറെ നിൽക്കുമ്പോഴേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം കാണപ്പെടണമെങ്കിൽ കാണുന്നവൻ കാണപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. അപ്പോൾ ജനക മഹാരാജാവോട് പറയാണ്, ഈ ലോകം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട്. പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാ? ഖരവസ്തുവായ ഭൂമി, അപ്പുറം പിന്നെ ജലം, അതിനുശേഷം വായു, പിന്നെ അഗ്നി, ഇതെല്ലാം കൂടിയ ആകാശം. ഈ അഞ്ചെണ്ണവും നിർജീവമാണ്, ജഡമാണ്. ഈ പാഞ്ചഭൗതികമാണ് നമ്മുടെ ശരീരവും. ഈ പഞ്ചഭൂതങ്ങൾ മുഴുവനും നോക്കിക്കാണുന്ന ചേതനാമയനാണ് രാജാവേ അങ്ങ്. ഇതാണ് പറയണത്. ഈ ലോകം എത്ര വിപുലമാവട്ടെ, ചുറ്റുമുണ്ടായിക്കോട്ടെ, എന്നാൽ അത് കാണപ്പെടുന്നു. കാണുന്നവനാണ് ഞാൻ.
കാണുന്ന ഞാൻ ഈ ലോകവസ്തുക്കളല്ല. ലോകം എത്രയോ ആയിക്കോട്ടെ, എന്തൊക്കെയോ ആയിക്കോട്ടെ, അവയ്ക്കെല്ലാം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദ്രഷ്ടാവേ ഉള്ളൂ, കാണുന്നവൻ. ആ ദ്രഷ്ടാവ് ഈ ദൃശ്യത്തിൽ നിന്ന് വിലക്ഷണമാണ്. ഈ ദ്രഷ്ടാവ് ഒരിക്കലും ദൃശ്യമാവില്ല, ദൃശ്യം ഒരിക്കലും ദ്രഷ്ടാവുമാവില്ല. അങ്ങനെ വരുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും പ്രവർത്തിക്കുന്നവനാണ് ഞാൻ, പ്രവർത്തിക്കപ്പെടുന്നതാണ് ബാക്കിയെല്ലാം. ന കർത്താസി. ഈ ലോകത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ ദൃശ്യമേഖലയിൽ നടക്കുന്നതാണ്. അപ്പൊ ദൃശ്യമേഖലയിൽ നടക്കുന്ന പ്രവൃത്തി ഒന്നും ദ്രഷ്ടാവായ അങ്ങയെ സ്വല്പമെങ്കിലും സ്പർശിക്കുന്നില്ല. ധർമ്മം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ആശയം, ഒരു സങ്കല്പം. അധർമ്മവും ആശയം. അങ്ങ് സങ്കല്പം ഉണ്ടാക്കുന്നവനാണ്, സങ്കല്പമല്ല. അതുമാതിരി സുഖം അങ്ങയ്ക്കുള്ള ഒരു അനുഭവമാണ്, ദുഃഖവും അനുഭവമാണ്. അങ്ങ് അനുഭവിക്കുന്നവനാ. ഈ സുഖദുഃഖങ്ങളോ അനുഭവത്തിന് പാത്രമാകുന്നതോ അനുഭവത്തിന് വിഷയമാകുന്നതോ ആണ്. അപ്പോൾ മാനസാനിനതേ വിഭോ ന കർത്താസി ന ഭോക്താസി. അങ്ങ് കർത്താവുമല്ല ഭോക്താവുമല്ല. മുക്തയേവാസി സർവദാ. അങ്ങ് സദാ മുക്തനാണ്. എന്നോട് ചോദിച്ചില്ലേ കഥം മുക്തിർ ഭവിഷ്യതി. ഈ അറിവ് കൊണ്ടാണ് മുക്തി ഉണ്ടാവുക. മുക്തിക്ക് വേണ്ടി മുക്തിധാമത്തിലേക്ക് നടന്നു കയറിയിട്ടൊന്നുമല്ല ഉണ്ടാവുക. മുക്തി എന്ന് പറയുന്നത് മനസ്സ് രചിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഒരു ബാധയുമില്ലാതെ കഴിഞ്ഞുകൂടുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുക്തി. വെള്ളം എത്ര തന്നെ ഒഴുകിയാലും വെള്ളത്തിന് വെള്ളത്തിൽ നിന്ന് ബാധയില്ല. വലിയ ഒരു ചാട്ടമായി ചാടി അങ്ങനെ കണങ്ങളായി പറന്നാലും ശരി അതിനൊരു യാതൊരു കോട്ടവും വരാൻ പോണില്ല. നമ്മുടെ മനസ്സിൽ എത്ര സങ്കല്പങ്ങൾ ഉണ്ടായാലും ഒറ്റ സങ്കല്പം മനസ്സിനെ ബാധിക്കില്ല. അഗ്നി എത്ര ജ്വലിച്ചാലും, ജ്വലിക്കുന്ന അഗ്നി കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജ്വലിക്കുന്ന അഗ്നിക്ക് ചൂട് നൽകും, അഗ്നിയെ പൊള്ളിക്കും, ബാക്കിയുള്ള പദാർത്ഥങ്ങളെ പൊള്ളിക്കും. അപ്പം മനസ്സ് എത്ര തന്നെ സങ്കല്പിച്ചാലും ആശയങ്ങൾ ഉണ്ടാക്കിയാലും ആ ആശയ സങ്കല്പങ്ങൾ കൊണ്ട് മനസ്സിന് ഒരു വിധത്തിലും ഒരു ദാഹമോ ഒരു ദഹനമോ സംഭവിക്കുന്നില്ല. ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. അങ്ങ് ഇപ്പം തന്നെ മുക്തനാണ്. ഈ അറിവ് ഉണ്ടാവുന്നത് വഴിക്കാണ് ബുദ്ധി. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. നിങ്ങൾക്ക് ആശയത്തെളിച്ചം വേണോ? മനസ്സ് പവിത്രമാകണോ? ബന്ധങ്ങളെല്ലാം പോണോ? മുക്തി കൈവരണോ? ഈശ്വര സാക്ഷാത്കാരമോ ആത്മസാക്ഷാത്കാരമോ വേണമോ? എന്നാൽ അതിനുള്ള വഴി ബുദ്ധിയുടെ യുക്തത മാത്രമാണ്. ഇപ്പം ജനക മഹാരാജാവിന് ത്രേതായുഗത്തിൽ പറഞ്ഞു കൊടുക്കണതും ഇതേ ജ്ഞാനമാണ്. ബുദ്ധിയുക്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബുദ്ധിയോഗം. യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനോട് പറയുകയാണ് ആര്? വസിഷ്ഠൻ. എന്താ പറയണത്? വിചാരയാചാര്യ പരമ്പരാണം മതേന സത്യേന സിതേന താവത് യാവത് വിശുദ്ധം സ്വയമേവ ബുദ്ധ്യാ ഹ്യനന്തരൂപം പരമഭ്യുപൈതി. രാമനോട് പറയാണ്, തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന് വളരെയധികം നിരാശ മൂത്ത് കുളിക്കാനുമില്ല, ഊക്ക് കഴിക്കാനുമില്ല, അച്ഛനമ്മമാരെ കണ്ട് വന്ദിക്കാനുമില്ല എന്നിങ്ങനെ പറഞ്ഞ് മൗഢ്യം പിടിച്ചിരിക്കുന്ന രാമൻ്റെ മൗഢ്യം നീക്കാൻ രാമൻ ഉപദേശിക്കുകയാണ് ആര്? വസിഷ്ഠൻ. ബുദ്ധിയോഗമാണത്. രാമൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കണേ ഉള്ളൂ. രാമനോട് കുളിക്കാൻ പറയണില്ല, ഊണ് കഴിക്കാൻ പറയണില്ല, പറയണത് കേൾക്കാനേ പറയുന്നുള്ളൂ. എന്താ ഉപദേശിക്കണത്? വിചാരയ ആചാര്യ പരമ്പരാണാം മതേന സത്യേന സിതേന താവത്. നമ്മൾക്ക് അനാദികാലം മുതൽക്ക് ഇവിടെ ആചാര്യന്മാരും ഗുരുഭൂതന്മാരും തത്വജ്ഞാനികളും മഹർഷിമാരും തപസ്വികളും തപോധനന്മാരും എല്ലാവരും ഉണ്ട്. അവർ പല സന്ദർഭങ്ങളിൽ പല ശാസ്ത്രങ്ങളും എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതാ ശാസ്ത്രമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അത് പ്രതിപാദിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ചെല്ലണു? ഇപ്പോൾ എടുത്തത് അഷ്ടാവക്ര സംഹിത, അത് കഴിഞ്ഞാൽ യോഗവാസിഷ്ഠം, അതും ത്രേതായുഗത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ വിചാരയ, ബുദ്ധി കൊണ്ട് തത്വവിചാരം ചെയ്യൂ. ആചാര്യ പരമ്പരാണാം മതേന, നമ്മുടെ ആചാര്യ പരമ്പര അനുവദിക്കുന്നതും സമ്മതിക്കുന്നതും
സമ്മതമുദ്ര പതിപ്പിച്ചിട്ടുള്ളതുമായ മാർഗത്തിലൂടെ ചിന്തിക്കൂ. സത്യേന സിതേന താവത്. ആ വിചാരം ചെയ്യുന്നതിൽ എന്താ, വെറും യുക്തിവാദമായി തീരരുത്, നിഷേധാത്മകമാവരുത്, സത്യയുക്തമായി വേണം ചിന്തിക്കാൻ. നമുക്കിവിടെ ശൂന്യവാദം വേണ്ട, ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണവാദമേ വേണ്ടൂ. മതേന സത്യേന സിതേന താവത് യാവത് വിശുദ്ധം സ്വയമേവ ബുദ്ധ്യ. ഈ വിചാരം എന്ന് പറയുന്ന പ്രക്രിയ ബുദ്ധിക്കുള്ളതാ. അപ്പം ആ വിചാരം ബുദ്ധിയെ ഗ്രസിക്കട്ടെ. ബുദ്ധി മുഴുവനും അതിൽ മുങ്ങണം. ഈ വിചാരം ചെയ്യുമ്പോൾ ബുദ്ധിയാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്, അതിൽ ഇടപെടുന്നത് ബുദ്ധിയാ. അപ്പം ബുദ്ധിയെ ഗ്രസിച്ച് യാവത് വിശുദ്ധം സ്വയമേവ ബുദ്ധ്യ. ബുദ്ധി അങ്ങോട്ട് കേട്ട് വിചാരം ചെയ്ത് ആ പ്രപഞ്ചക്കറകൾ, പ്രപഞ്ചബാധകൾ, പ്രപഞ്ചം രചിക്കുന്നതായ രാഗദ്വേഷങ്ങൾ, അതിനോടുള്ള ആകർഷണം, വികർഷണം, ജീവിതത്തിൽ ഉദിക്കുന്നതായ അഹങ്കാരം, മമത, ആശ എല്ലാം തന്നെ ആ വിചാരത്തിൻ്റെ പ്രഭാവത്താൽ മുങ്ങി ഹൂന്നങ്ങോട്ട് പോവും. പോയി കഴിഞ്ഞാലോ സ്വയമേവ ബുദ്ധ്യ. ആ ബുദ്ധിക്ക് ശുദ്ധി വന്നു. യാവത് വിശുദ്ധം സ്വയമേവ ബുദ്ധ്യ ഹ്യനന്തരൂപം പരമഭ്യുപൈതി. ഈ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നമ്മൾ എവിടെ എത്തണത്? പുറത്തല്ല. ഈ ആലോചന മുഴുവൻ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. എത്രത്തോളം ആലോചിച്ചുവോ അത്രത്തോളം ബുദ്ധി ആ ആലോചന ഉൾക്കൊണ്ട് ആ ബുദ്ധിയുടെ നിറം തന്നെ മാറുകയാണ് ചെയ്യുക. ഇപ്പൊ ബുദ്ധി ആലോചിക്കുന്നത് മുഴുവൻ അസത്യമായിരിക്കുന്ന കാര്യങ്ങളാണ്, മലീമസമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാറി പവിത്രമായിരിക്കുന്ന ആത്മതത്വത്തെക്കുറിച്ച് ആലോചിച്ച് ഈ ബുദ്ധിക്ക് എന്തുണ്ടാവും? ആലോചിച്ച് ബുദ്ധിയുടെ നിറം തന്നെ മാറും, പവിത്രമായി തീരും. മലീമസത പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ എന്തായി? അതിവിശുദ്ധമായി പരമമായ അനന്തരൂപം അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമുക്ക് ചെറിയ രണ്ട് കണ്ണുകളാണ്. ആ ചെറിയ രണ്ട് കണ്ണുകൾ നമ്മൾ ഉണ്ടാക്കിയതാ, നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഉണ്ടാക്കിയതാ. ആ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നത് അനന്ത പ്രപഞ്ചത്തെയാണ്. ഈ അനന്ത പ്രപഞ്ചം മുഴുവനും ഉള്ളിൽ പ്രതിഫലിച്ച് ഉള്ളിലാണ് നമുക്ക് ഈ അനന്തത അനുഭവപ്പെടുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള് ചെറുതോ അതോ വലുതോ? ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ആ അനന്തമായ ഒരു രൂപം നമ്മുടെ ഉള്ളിലുണ്ട്. ശരീരമാണ് പരിമിതം, അല്പം. ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണർവ് രൂപത്തിൽ പ്രകാശിക്കുന്ന ആ ശക്തിയോ സാന്നിധ്യമോ ഉണ്ടല്ലോ, അത് അനന്തമാണ്. പരമഭ്യുപൈതി. ആ ബുദ്ധിക്ക് അത് മനസ്സിലാക്കി ഗ്രഹിച്ച് അതോട് താതാത്മ്യം വരും. അതുവരെ വിചാരം ചെയ്യൂ എന്നാ പറയുന്നത്. ഇവിടെ പറഞ്ഞത് എന്താ? ബുദ്ധിയുക്തോ ജഹാദീഹ. സുഹൃതം ദുഷ്കൃതം എന്ന് പറയുന്നത് മുഴുവൻ ബുദ്ധിയോഗത്തിലൂടെ ഉപേക്ഷിക്കാം എന്ന് പറയുക. അപ്പൊ ബുദ്ധിയാണ് ഇവിടെ ഫങ്ഷണൽ ഫാക്ടർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ശരീരം കൊണ്ട് നേടേണ്ടതോ അനുധാവനം ചെയ്യേണ്ടതോ ആയ ഒരു അഭ്യാസമല്ല, വെറും മനസ്സുകൊണ്ടുമല്ല. തത്വവിചാര ദീപ്തമായിരിക്കുന്ന ബുദ്ധിയാണ് ഇവിടെ ഘടകം. അപ്പൊ ബുദ്ധിയെ ഈ ആത്മജ്ഞാനബദ്ധമാക്കാൻ എന്താ വഴി? ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് വിചാരം ചെയ്യുക. ബുദ്ധിക്ക് ബോധനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയേ ഉള്ളൂ. അങ്ങനെ വന്ന് യാവത് വിചാരം ചെയ്യണം. എത്രത്തോളം കാലം? അത്രത്തോളം കാലം. എപ്പോഴാണോ വിശുദ്ധം അനന്തരൂപം പരം ബുദ്ധ്യ സ്വയമേവ ഉപൈതി. നമ്മുടെ തന്നെ സ്വന്തം അനന്തമായിരിക്കുന്ന ആ രൂപത്തെ ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് ഗ്രഹിക്കാനും പ്രാപിക്കാനും താതാത്മ്യം അനുഭവിക്കാനും സാധിക്കും. അതുവരെ വിചാരം ചെയ്യൂ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ബുദ്ധിയോഗം അഭ്യസിക്കൂ. രാമനെ കൊണ്ട് വസിഷ്ഠ മഹർഷി ചെയ്യിച്ചത് എന്താ? ബുദ്ധിയോഗം. അർജുനെ കൊണ്ട് കൃഷ്ണൻ ചെയ്യിപ്പിക്കുന്നത് എന്താ? അതും ബുദ്ധിയോഗം. ഇപ്പൊ അർജുനന് ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ബുദ്ധിയിലാണല്ലോ. കൃഷ്ണൻ വായ കൊണ്ട് പറയണു ബുദ്ധി ഉപയോഗിച്ച്, അത് ചെവി കൊണ്ട് കേൾക്കണു, കേൾക്കണത് എവിടെയാ? ബുദ്ധിയിലാണ്. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിലോ അതും ബുദ്ധിയിലാണ്. അപ്പൊ കൃഷ്ണബുദ്ധിയും അർജുന ബുദ്ധിയും തമ്മിൽ നടക്കുന്ന ഒരു സമ്പർക്കമാണ് അവിടെ, ശബ്ദമാധ്യമത്തിലും ശ്രവണമാധ്യമത്തിലും. ഇതിലേറെ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരിക? അപ്പൊ നിങ്ങളിത് നിസ്സാര ബുദ്ധിയോടുകൂടി തള്ളരുത്. ബുദ്ധിയോഗം എന്ന് പറയുന്നതാണ് ഇവിടെ നടക്കുന്നത്.
എന്നിട്ട് അതിന് ജ്ഞാനയോഗം എന്നൊരു പേരിട്ടു, കർമ്മയോഗം എന്നൊരു പേരിട്ടു, അവിടെ നിന്ന് അങ്ങോട്ട് ധ്യാനയോഗം എന്നൊരു പേരിട്ടു, രാജയോഗം എന്നൊരു പേരിട്ടു. എന്താ ഈ പേര് കൊണ്ട്? മനുഷ്യന്റെ വ്യക്തിത്വം മാറുന്നില്ലല്ലോ. നമ്മുടെ വ്യക്തിത്വത്തിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, വേറെ ഒന്നുമില്ല. എവിടം കൊണ്ടാ ഈ അഭ്യാസം മുഴുവൻ ചെയ്യുന്നത്? മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. അപ്പൊ ആ ബുദ്ധിയെ പറ്റിയിട്ട് പറയുകയാണ്. വിചാരയാചാര്യ പരമ്പരാണാം മതേന സത്യേന സിതേന താവത് യാവത് വിശുദ്ധം സ്വയമേവ ബുദ്ധ്യാ ഹ്യനന്തരൂപം പരമഭ്യുപൈതി. ബുദ്ധിയോഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവില്ല. എന്താ കാരണം? മനുഷ്യന്റെ ബുദ്ധിയെ സംബന്ധിച്ചും ബുദ്ധിയിൽ ആശ്രയിച്ചിരിക്കുന്നത് ആണെന്ന് മനസ്സിലാവും. കർമ്മയോഗം എന്ന് പറയുമ്പോഴോ ഒക്കെ തെറ്റി. കൃഷ്ണൻ ഇവിടെ പറയുന്നത് സാഖ്യമാണെങ്കിലും കർമ്മമാണെങ്കിലും ഭക്തിയാണെങ്കിലും ധ്യാനമാണെങ്കിലും എല്ലാം ബുദ്ധിക്കുള്ള ഉപദേശമാണ്. കൃഷ്ണൻ സംസാരിക്കുന്നു, അർജുനൻ കേൾക്കുന്നു. ഈ സംസാരിക്കുന്നത് നാവ് കൊണ്ടായാലും ഓരോ വാക്കിലുമുള്ളത് അറിവാണ്. കേൾക്കുന്നത് ശബ്ദമാണെങ്കിലും ആ ശബ്ദത്തിലുള്ളത് അറിവാണ്. അപ്പൊ കൃഷ്ണനും അർജുനനും തമ്മിൽ ഇവിടെ എന്താ നടക്കുന്നത്? കൃഷ്ണന്റെ ഉള്ളിലുള്ള അറിവ് അർജുനന് ശബ്ദരൂപത്തിൽ പകർന്നു കൊടുക്കണം. അവിടെ ഒരാളുടെ ബുദ്ധിയും വേറൊരാളുടെ ബുദ്ധിയും തമ്മിലുള്ള ഒരു സമ്പർക്കം, ഒരു സംലയനം, ഒരു സമ്മേളനം, അതാണ് ഇവിടെ നടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്ക് എപ്പോൾ വിഷമമുണ്ടോ ആ വിഷമം എന്തിനെ ചൊല്ലി ആയാലും ശരി, അത് തീരണമെങ്കിൽ തത്വോപദേശം വേണം, അല്ലാതെ തീരില്ല. തത്വത്തിന് മാത്രമേ നമ്മുടെ ബുദ്ധിയെ അതിൻ്റെ സ്വഭാവമോ സ്വരൂപമോ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം ശരീരത്തിന് ചടവുണ്ടെങ്കിൽ പോഷകം ധാരാളമുള്ള ഭക്ഷണം കഴിച്ച് വ്യായാമം എടുത്താൽ ശരീരം പുഷ്ടിപ്പെടും. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധി മെലിഞ്ഞിരിക്കുക, അത് പുഷ്ടിപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനെന്താ വഴി? അതിന് ജ്ഞാനമാണ് ആഹാരം. അപ്പം നിങ്ങൾ ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയരുത്. അത് മാത്രമാണ് ഒരു മനുഷ്യനിൽ സ്ഥായിയായി നിൽക്കുന്നത്. അതാണ് ഏറ്റവും ഉയർന്ന ഘടകം, ഏറ്റവും ഉള്ളിലുള്ള ഘടകം. അവിടെയാണ് ഈ ബന്ധനം എന്നുള്ള പ്രതീതി, അവിടെയാണ് ഈ മോക്ഷം എന്ന് പറയുന്ന ഉത്സവം. ഇതൊക്കെ ഉദിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലും മനസ്സിലുമാണ്. ആ ബുദ്ധിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബുദ്ധവൂ ശരണമന്വിച്ച ബുദ്ധിയുക്തോ ജഹാതീഹ, ഇങ്ങനെയൊക്കെ പറഞ്ഞുവല്ലോ. ആ പറഞ്ഞതിനെ കുറിച്ച് ഭൂമാനന്ദ സ്വാമിജിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. യോഗവാസിഷ്ഠത്തിൽ 18 ദിവസമാണ് ശ്രീരാമനോട് വസിഷ്ഠൻ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമനം വരെ അയോധ്യ രാജധാനിയിലിരുന്ന് സംസാരിച്ചു പോന്നത്. അപ്പം നമ്മുടെ ഈ ജ്ഞാനം എന്ന് പറയുന്ന ആ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തെ എത്ര വേണമെങ്കിൽ വിവരിക്കാം, പറയാം, ഉൾക്കൊള്ളാം, വ്യപദേശിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ബ്രഹ്മവിദ് ആപ്നോതി പരം, ഇതാണ് വേദത്തിൻ്റെ പ്രഖ്യാപനവും വിലയിരുത്തലും. ബ്രഹ്മത്തെ അറിയുന്നവനാണ് മനുഷ്യ ജീവിതത്തിൽ അങ്ങേയറ്റം ലാഭവും നേട്ടവും ഉണ്ടാവുന്നത്. അപ്പം ആ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുക? നമ്മുടെ ഭൂമി മുഴുവനും സ്വർണമായി രൂപാന്തരപ്പെട്ട് ആ സ്വർണത്തിൻ്റെ മുഴുവൻ നിങ്ങൾ ഉടമസ്ഥനായാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുമോ അല്ലെങ്കിൽ വികാസം ഉണ്ടാവുമോ? അതൊക്കെ നിസ്സാരമാ, പുല്ലുപോലെയാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ വിശ്വത്തിൻ്റെ മുഴുവനും ഉടമസ്ഥനാവാൻ പോവുകയാണ് ആ ജ്ഞാനം കിട്ടിയ ആൾ. ആ ജ്ഞാനിയുടെ മുൻപിൽ ഒരു സാധനത്തിനും ആകർഷണ ശക്തിയില്ല, വികർഷണ ശക്തിയുമില്ല, മോഹശക്തിയില്ല, ഭ്രമശക്തിയില്ല, നശ്വര ശക്തിയില്ല. കണ്ണില് നീല നിറമുള്ള ഒരു കണ്ണാടിയിട്ട് എന്തിനെ നോക്കിയാലും സർവ്വതും നീലനിറമാകുന്നത് പോലെ പൂർണ്ണ മനസ്സോടുകൂടി നോക്കുന്നത് എന്തും പൂർണ്ണമായി പ്രകാശിക്കും. ആനന്ദനിർഭരമായ ഒരു മനസ്സോടുകൂടി എന്തിനെ നമ്മൾ നനച്ചാലും സ്മരിച്ചാലും അത് മുഴുവനും ആനന്ദമയമായി തീരും. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറയണേ? മരമണ്ടന്മാർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി മുദ്ര കുത്തിയിരിക്കുക, അയ്യോ അത് വലിയ ജ്ഞാനാ, അത് അദ്വൈത ജ്ഞാനാ, അങ്ങോട്ട് അടുക്കരുതെന്ന്. ആര് പറഞ്ഞു നിങ്ങളോട് അടുക്കരുതെന്ന്? ആരാ ഈ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഇതിൽ എന്താണ് വിഷമം? നിങ്ങൾ ഓടണ്ട, ചാടണ്ട, കുന്നു കയറണ്ട, മല കയറണ്ട, വിദൂരങ്ങളിലേക്ക് പോകണ്ട, പണം ചെലവാക്കണ്ട. ഈ കാര്യങ്ങൾ പറയണത് കേൾക്കുക, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ചാൽ മതി. അപ്പം ഈ ബുദ്ധി യോഗം മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ 4 തലമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഐന്ദ്രിയ തലം, വാക്തലം, മനസ്തലം, ബുദ്ധിതലം.
ആ ബുദ്ധിതലത്തിലുള്ള പ്രക്രിയയാണ് ഈ ജ്ഞാനസാധന. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധയിത്യുക്ത്വാ കിം മുധാ പരിശോചസി. പലതരത്തിലുമാണ് വസിഷ്ഠൻ സംസാരിക്കുന്നത്. അപ്പൊ രാമനോട് പറയാണ്, കിം മുധാ പരിശോചസി, എൻ്റെ പൊന്നുമോനെ, നീ വെറുതെയാണ് ദുഃഖിക്കുന്നത്. എന്തിനാണ് ഈ ദുഃഖം? ഈ ദുഃഖം മനസ്സിൻ്റെ ഒരു കൃത്രിമ സൃഷ്ടിയാണ്. കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഈ ലോകം നമ്മുടെയാണോ? അല്ല. നമ്മുടെ ജന്മം നമ്മുടെയാണോ? അല്ല. നാം ശ്വസിക്കുന്ന വായുവോ? അല്ല. കുടിക്കുന്ന വെള്ളമോ? അല്ല. കഴിക്കുന്ന ഭക്ഷണമോ? അല്ല. നടക്കുന്ന ഭൂമിയോ? അല്ല. എന്താ ഇവിടെ നാം? ഇതൊന്നും നമ്മുടെയല്ല. അപ്പൊ പ്രകൃതിയുടെ പല നിയമങ്ങൾ പോലെ ഉദയാസ്തമനങ്ങളുണ്ടല്ലോ, സൂര്യൻ്റെ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുണ്ടല്ലോ, ഹാർട്ട് അടിക്കുന്നതും അതുപോലെ, ശ്വാസകോശത്തിൻ്റെ ചുങ്ങലും വികസിക്കലും അതും അതുപോലെ, രക്തസഞ്ചാരവും അതുപോലെ. ഇങ്ങനെ നമ്മുടെ അല്ല ഇവിടെ ഒന്നും. നമ്മുടെ അല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാ ചുമതലാബോധമെടുത്ത് ദുഃഖിക്കുന്നത്? 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു. അവരാരൊക്കെയുണ്ട്? അംബികയുണ്ട്, അംബികയുടെ ഭർത്താവ് സദാശിവൻ, അംബികയുടെ അമ്മ, സഹോദരൻ, വല്യമ്മ, എല്ലാവരും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന് എന്നെ നമസ്കരിച്ചിട്ട് പറയുക, എൻ്റെ മകൻ മരിച്ചുപോയി, പുത്രദുഃഖത്തിലാണ് ഞാൻ സ്വാമിജി, ആ മകനെ എനിക്ക് കിട്ടണം എന്ന്. എന്താ ഞാൻ പറയുക? ഞാനിങ്ങനെ ചിരിച്ചു കേൾക്കൂ. കരഞ്ഞു കേൾക്കാൻ പാടില്ലല്ലോ. കരഞ്ഞു കേട്ടാൽ കരയുന്നവരെ സമാധാനിപ്പിക്കാൻ കയ്യിൽ വകയില്ല എന്നല്ലേ അർത്ഥം. അതാണല്ലോ കൃഷ്ണൻ പ്രഹസന്നിവ ഭാരത എന്ന് സഞ്ജയൻ പറയണത്. പുഞ്ചിരി തൂകിക്കൊണ്ടാണ് അർജുനൻ കരയുമ്പോൾ പറഞ്ഞത്. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എത്ര ആൾ കരഞ്ഞാലും ഞാൻ കരയാറില്ല. കരച്ചിൽ തോന്നിയാൽ പോലും കരയാറില്ല. അവർക്ക് ആവശ്യം സമാധാനമാണല്ലോ, സന്തോഷമാണല്ലോ എന്ന്. അവരുടെ വിഷമമൊക്കെ കേട്ടു. എന്താ വിഷമം? കഴിഞ്ഞ 2-ാം തീയതിയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് ദുബായിൽ. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അമ്മയോട് അനുഗ്രഹം ചോദിച്ചു, കെട്ടിപ്പിടിച്ചു, അമ്മ ഉമ്മ വെച്ചു. നല്ല പഠിപ്പിലും മിടുക്കനാണത്രേ. അവന് ഒരേ ഒരു ശീലമുള്ളത് വായനാശീല. പകർത്തി പകർത്തി കാണാപ്പാഠം പഠിച്ച് എഴുതുന്നത് ഇഷ്ടമല്ല. നല്ല പോലെ കാര്യങ്ങൾ സ്വന്തമായി മനസ്സിലാക്കി എഴുതുന്നതാണ് ഇഷ്ടം. ഇതിലധികം കുട്ടിക്ക് എന്താ ഗുണവിശേഷം ഇനി വേണ്ടത്? എന്നാൽ ഒരു കാരണവും അറിയില്ല. അമ്മ യാത്ര പറഞ്ഞ് ആഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. 5:30 മണിക്ക് പോയി. കുട്ടിയും അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും. എന്തിനു പറയണു? സ്കൂളിൽ നിന്ന് വിളിച്ചു, നിങ്ങൾ ഓടി വരണം, നിങ്ങളുടെ മകൻ വന്നു എന്നൊക്കെ ചോദിച്ച് അവസാനം അതിൽ കുറേ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു അന്തിമ സന്ദേശം പോലെ പരീക്ഷ കടലാസിൽ. അപ്പോഴാണ് അവർക്ക് പന്തികേട് മനസ്സിലായത്. അത് കഴിഞ്ഞ് ആ കുട്ടി അവരുടെ കെട്ടിടത്തിൽ ഇവരാരും കൂടി അറിയാത്ത മാതിരി ഒരു 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 ഒളിഞ്ഞു കിടക്കുന്ന ഒരു മുറിയുണ്ടത്രേ. ആ മുറിയിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസുകാർ വന്നു, കണ്ടുപിടിച്ചു, എല്ലാമായി. അവരെ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ സമാധാനിച്ചിട്ടാണ് പിന്നെ പോയത്. അതേ, മഹാഭാരതം വായിക്കൂ എന്ന് പറഞ്ഞു ഞാൻ. അതിനൊരു ഉദാഹരണവും പറഞ്ഞു. 12 വയസ്സായ ഒരു കുട്ടി കാലത്ത് കാണപ്പെട്ടില്ല, എവിടെയൊക്കെയോ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം കിണറ്റിൻ്റെ ഉള്ളിൽ പൊന്തി കിടക്കുന്നു. എങ്ങനെയാണ് ഈ കുട്ടി വെളുപ്പാൻ കാലത്ത് എല്ലാവരും അറിയുന്നതിന് മുമ്പ് എണീറ്റ് പോയത്? എന്താ സംഭവിച്ചതെന്ന് അച്ഛനമ്മമാർക്ക് ഒരാൾക്കും അറിയില്ല. എന്നിട്ട് ആ പുത്രദുഃഖം, സന്താന ദുഃഖം തീരാൻ വേണ്ടി ഒരു സുഹൃത്ത് പറഞ്ഞതാണത്രേ വിദ്വാൻ പ്രകാശത്തോട് മഹാഭാരതം വായിക്കണമെന്ന്. അവർക്ക് ആ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്ത്, നിങ്ങൾ വായിക്കണം കേട്ടോ, വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞയച്ചു, സമാധാനിപ്പിച്ചു. എന്തിനാ ഞാനിത് പറഞ്ഞത്? ലോകത്തിൽ പലതരത്തിലുള്ള മനസ്സുകളാണ്. ശരീരത്തിന് രോഗമുള്ളതുപോലെ മനോരോഗമുണ്ട്. ആ മനോരോഗത്തിൽ ഇന്ന പ്രകാരമാണെന്ന് പറയാൻ പറ്റില്ല. ആ മനോരോഗത്തിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യാ പ്രവണത. അപ്പം മനസ്സിന് പല വിധത്തിലുള്ള വികലതകൾ ഉണ്ടാവാം. നമ്മൾ ഇതിനെ എല്ലാറ്റിനും കൂടി പറയുന്നത് ആധീന. ആധി ഉണ്ടാവുന്നതിന് കാരണം മനസ്സ് തന്നെയാണ്. ആധികൾ കൊണ്ടാണ് പല വ്യാധികളും ഉണ്ടാവുന്നത്. ആധികൾ നീങ്ങിയാൽ വ്യാധികൾ മിക്കതും ഇല്ലാതെയാവും. അവശേഷിക്കുന്ന വ്യാധികൾക്ക് ഞങ്ങളിതാ മരുന്നുകൊണ്ട് ചികിത്സ നിശ്ചയിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്ടാംഗ ഹൃദയം തുടങ്ങുന്നത്. അപ്പം നമ്മുടെ മനസ്സ് വളരെ പ്രധാനമാണ്. അത് സന്തുഷ്ടമായിരിക്കണം, ശുഭാപ്തി വിശ്വാസമുള്ളതാകണം, ആത്മവിശ്വാസം വേണം. വിശ്വാസക്കുറവല്ല വേണ്ടത്. ആശ ആശ, പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറയുന്നത് മനസ്സിന് വളരെയധികം വക നൽകുന്നതാണ്. പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിക്കണം, ആശയോടുകൂടി ജീവിക്കണം. ഹോപ്പ്ലെസ് ആയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഈ മനസ്സിന് ചില വികലതകൾ വന്നു പോണു. ഒരു കുട്ടിയുടെ മനസ്സിനെ നമ്മളാരും അല്ലല്ലോ രൂപപ്പെടുത്തുന്നത്.
ഗർഭകോശത്തിൽ ഗർഭാധാനത്തിന് ശേഷം കുട്ടി വളരുന്നു. വളരുന്ന സമയത്ത് ഒരു ഭാഗത്ത് ശരീരം വളരുന്നു, ഒരു ഭാഗത്ത് മനസ്സ് വളരുന്നു. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രവും നമ്മൾ അറിയണില്ല. നല്ല വിചാരത്തോടു കൂടി ഗർഭം നയിക്കാം, ഗർഭം വഹിക്കാം, നല്ല വിചാരത്തോടു കൂടി പ്രസവിക്കാം, പ്രസവിക്കുന്ന മുറിയിലേക്ക് ചെല്ലാം. ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇത് പ്രകൃതിയുടെ ഹസ്തങ്ങൾ രൂപപ്പെടുത്തുന്നതാണ് മനുഷ്യ ശിശുക്കൾ എന്നുള്ളത് നിങ്ങൾക്ക് സമ്മതിച്ചേ തീരൂ. അങ്ങനെ ഉണ്ടായിട്ടുള്ള ശിശുക്കളെ അച്ഛനും അമ്മയും നല്ലപോലെ നോക്കും. ഈ കുട്ടിയെ വളരെ നല്ല പോലെ നോക്കി സ്നേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊക്കെയാണ് പറഞ്ഞയച്ചത്. പാവം എന്തു പറ്റിയെന്ന് നമുക്കിപ്പോൾ എന്താ പറയുക? ഓരോരുത്തരുടെ മനസ്സിനാണല്ലോ ഈ വിഷമം. നമ്മൾക്കൊന്ന് കാണാനോ സംസാരിക്കാനോ സാധിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെടുന്നവരെല്ലാവരും അതിൽ നിന്ന് മാറുമെന്നാണ് എൻ്റെ ബോധ്യം. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ നിങ്ങൾക്ക്? പല വിധത്തിലുള്ള ആധികളുണ്ട്, മനോരോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യാ പ്രവണത. ആ പ്രവണത മനസ്സിലുള്ളതാണെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. തൊട്ടതിന് 90-നും എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നി തുടങ്ങും അവർക്ക്. പലരും ഇങ്ങനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞാലും മരിക്കാറില്ല, ചിലർ പെട്ടെന്ന് ചെയ്യാറുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് എന്ത്, ഈ കുട്ടിയുടെ മരണവും നിങ്ങൾക്കുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന്. ഞങ്ങൾ മൂലമാണോ ഇങ്ങനെ ചെയ്തത്, ഞങ്ങളായിരിക്കുമോ ഇതിന് കാരണം, ഞങ്ങൾ വേണ്ടതുപോലെ വളർത്താത്തതാണോ ഇതിന് കാരണം എന്ന് സ്വല്പമെങ്കിലും നിങ്ങൾ വിചാരിച്ചു പോകരുത്. നമുക്കൊരാളായിട്ടുള്ള ബന്ധം ആ ആളെ മരിച്ചു പോകുന്നത് വരേ ഉള്ളൂ, പ്രാണൻ പോകുന്നത് വരേ ഉള്ളൂ. പ്രാണൻ എപ്പോൾ പോവും എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അജനും ഇന്ദുമതിയും കൂടി ഉദ്യാനത്തിൽ ഉല്ലസിച്ച് നടക്കുമ്പോഴാണ് ഇന്ദുമതി പെട്ടെന്ന് താഴത്ത് വീണത്. താഴത്ത് വീണപ്പോൾ അജൻ വല്ലാതെയായി, മടിയിൽ കിടത്തി കരയാൻ തുടങ്ങി. വസിഷ്ഠരെ വിവരമറിഞ്ഞപ്പോൾ ഒരു സന്ദേശം കൊടുത്തയച്ചു. അത് വായിച്ചിട്ടാണ് തെളിച്ചവും സമാധാനവും ഉണ്ടായി ശരീരം ശവദാഹത്തിന് കൊടുത്തത് അജൻ എന്ന് പറയുന്ന മഹാരാജാവ്. അപ്പം ലോകത്തിലെ എല്ലാറ്റിനും നമുക്ക് സമാധാനം, അതാണ് നമുക്ക് ആവശ്യം. എല്ലാറ്റിനും വേണ്ടത് അതാണ്. ഇപ്പം ഇവിടെ അവർ വന്നു, അവർക്ക് സമാധാനത്തിന് എന്താ വഴി? സമാധാനത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ. വിദ്വാൻ പ്രകാശം 12 വയസ്സായ കുട്ടിയെ കാണാതെയായി, പെട്ടെന്ന് കിണറ്റിൽ വീണ് മരിച്ചു എന്നറിഞ്ഞ ദുഃഖം സഹിക്കാതെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് മഹാഭാരതം വായിക്കാൻ. അപ്പോൾ വായിച്ചു പോയപ്പോൾ സ്വയം പണ്ഡിതനായതുകൊണ്ട് 1000 ശ്ലോകങ്ങളിൽ ഈ മഹാഭാരതം മുഴുവൻ ഒന്ന് സംഗ്രഹിച്ചെഴുതാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു അത്രേ. പിന്നെ അദ്ദേഹത്തിന് തോന്നി 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം 1000 ശ്ലോകത്തിൽ ഞാൻ സംഗ്രഹിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എല്ലാം തന്നെ തർജ്ജമ ചെയ്യാൻ തുടങ്ങി. എനിക്കതിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മഹാഭാരതം എങ്ങനെയെങ്കിലും ഒരു ഗദ്യ തർജ്ജമ കേരളത്തിന് വേണം. ആരാ അത് ചെയ്യുക? അതിനൊരു വിദ്വാൻ പഠിപ്പുള്ള ആളെ പറ്റുള്ളൂ. ഞാനൊക്കെ പുറപ്പെട്ടാൽ അത് നടക്കാൻ പോണില്ല, സമയമില്ല നമുക്ക്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വിദ്വാൻ പ്രകാശത്തിൻ്റെ തർജ്ജമയെ പറ്റി അദ്ദേഹം എന്നോട് എനിക്ക് എഴുതിയത്. അപ്പം ഞാൻ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് എന്തോ കുറച്ച് പൈസ അന്ന് കാലത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കുകയും ചെയ്തു. അപ്പം ആ വിദ്വാൻ പ്രകാശം അത് തർജ്ജമ ചെയ്തത് മുഴുവനും എന്തിൻ്റെ പേരില? ഈ കുട്ടി മരിച്ചതിൻ്റെ പേരില. അപ്പം സാധാരണ പറയും, ശൂന്യം അകീർണതാമേതി മൃത്യുരപ്യുത്സവായതേ ആപത് സമ്പതിവാഭാതി വിദ്വജ്ജന സമാഗമേന്ന്. ശൂന്യമായിട്ടുള്ളത് പൂർണ്ണമാകുമത്രേ. മൃത്യുരപ്യുത്സവായതേ, ഒരു മൃത്യു ഉത്സവ സദൃശമായി തീരും, ഉത്സവമായി തീരും. ആപത്ത് സമ്പത്താകും. എങ്ങനെയാണെങ്കിൽ വിദ്വജ്ജന സമാഗമേ, അറിവുള്ളവരുടെ മുൻപിൽ പോയി നാം സമർപ്പിത ചിത്തരാവും, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ. അപ്പം അവരെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അയച്ചത്. മഹാഭാരതം വായിക്കാനും പറഞ്ഞു. എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താ? എൻ്റെ മകൻ പോയില്ലോ എന്നുള്ള ഒരു പരിതാപമാണ്. ആ പരിതാപം ഒരമ്മയ്ക്ക് എങ്ങനെയാ സഹിക്കാൻ പറ്റുക? സഹിക്കേണ്ടത് മനസ്സാണ്, പോയത് ശരീരമാണ്. കുട്ടിയുടെ സ്മരണ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ കുട്ടി മനസ്സിൽ നിന്ന് പോണില്ല, ശരീരമേ ഇല്ലാതെയായിട്ടുള്ളൂ. ആ മനസ്സിനെ സമാധാനിപ്പിക്കണമെങ്കിൽ ഈ തത്വാവബോധം ബുദ്ധിയിൽ ഉണ്ടായേ പറ്റുള്ളൂ. എൻ്റെ കൂട്ടരെ, നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ. വേറെ ഒരു വഴിയില്ല അതിന്. കിഴുതാളം മറിഞ്ഞോളൂ എന്തു വേണമെങ്കിൽ. അപ്പം ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ, കുട്ടിക്ക് വായനാശീലമുണ്ടല്ലോ, വായനശീലം നല്ലോണം ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കാനാ തുടങ്ങും. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യൂ. അവനെന്താ ഇഷ്ടം? അപ്പം അവന് ഭക്ഷണം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു കാര്യം ചെയ്യൂ, മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കുട്ടികളെയാണെങ്കിൽ കുട്ടികൾ, മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരെ വിളിച്ച് സ്വന്തം കൈകൊണ്ട്
നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കും സന്തോഷമായിട്ട്. ഒരു 12 മാസം അങ്ങനെ നടക്കട്ടെ, മാസത്തിൽ ഒരു ദിവസമെങ്കിലും. ഒരാൾ പോയി 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 എന്ന് പറഞ്ഞ് നമ്മളെ എത്ര കരഞ്ഞാലും പോയ ആൾ തിരിച്ചു വരില്ലല്ലോ. ആ പോയ സ്മരണയെ നാം എങ്ങനെ നേരിടണം എന്നുള്ളത് ബുദ്ധിയുടെ മുൻപിലുള്ള ഒരു പ്രശ്നമാണ്. എല്ലാ പ്രശ്നവും മനസ്സിലാണ്. ആ മനസ്സിൻ്റെ പ്രശ്നത്തിൻ്റെ തൊട്ടടിയിൽ അതിനുള്ള പരിഹാരവുമുണ്ട്. ഞാൻ പറഞ്ഞു, അംബികെ വായിക്കണം കേട്ടോ, ഇവിടുന്ന് സമാധാനത്തോടു കൂടി ചിരിച്ചുകൊണ്ട് വേണം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയത്. 10 ദിവസം മുഴുവനായിട്ടില്ലേ അതിന് മുൻപിലാണ് അവിടെ വന്നത്. അതിനു മുൻപ് സദാശിവൻ എനിക്കൊരു എഴുത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അത് വിചാരസരണിയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പേരോടുകൂടി. എന്തുമാത്രം നല്ല എഴുത്താണെന്നറിയോ? നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ടതാ. ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. അത് ഇംഗ്ലീഷിലും കൂടി തർജ്ജമ ചെയ്ത് വിചാരസേതു ഇംഗ്ലീഷ് മാസികയിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എത്ര നല്ല എഴുത്താണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. ഒരു ചിത്രകാരൻ, പടം വരയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭാവനാശക്തി നല്ലോണം ഉണ്ടാവുമല്ലോ. ആ ഭാവനാ വൈഭവത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. എന്താ ചെയ്യുക? ഞാനിത് എന്തിനു പറഞ്ഞു? ഈ ലോകത്തിൽ ഒന്നും നമ്മുടെയല്ല. ഈ ഭൂമി തിരിയണത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല. ഭൂമി നമുക്ക് പറ്റിയ ഒരു അന്തരീക്ഷം തരണു, ഭക്ഷണം തരണു, കാലാവസ്ഥ തരണു. അതുകൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ എല്ലാം പ്രകൃതിയുടെ നിയന്ത്രണത്തിലായിരിക്കെ മനുഷ്യരുടെ ആയുസ്സും അതുപോലെ പ്രകൃതി നിയന്ത്രിതമാണ്. ആരുടെ മനസ്സിൽ എന്തു തോന്നും എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൂർവാശ്രമത്തിൽ എൻ്റെ അമ്മയ്ക്ക് 2 പുത്രദുഃഖ. മൂത്ത കുട്ടി പോയിട്ട് 81 കൊല്ലമായി, ഇതുവരെ ഒരു വർത്തമാനവും ഇല്ല. പിന്നെ 6ാമത്തെ കുട്ടിയും മരിച്ചു കൽക്കട്ടയിൽ. ഞാനാണ് ശവദാഹമൊക്കെ ചെയ്യിപ്പിച്ചത്, സംസ്കാരം ചെയ്തത് ഞാനാണ്. ഇങ്ങനെ 2 പേരുടെ ദുഃഖം അമ്മയ്ക്ക് ഉണ്ടെങ്കിലും അമ്മയുടെ മുഖത്ത് ഞാൻ പുത്രദുഃഖം കണ്ടിട്ടില്ല എന്ന് എപ്പോഴും പറയും. അമ്മ കരഞ്ഞില്ലേ? കരഞ്ഞിട്ടുണ്ടാവും, കരഞ്ഞു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആരോട് കൂടിയിട്ടുള്ള ബന്ധവും അവർ പോകുന്നവരെ നമുക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലില്ല. ഈ ജീവിതത്തിനുള്ള പരിമിതിയാണത്. അപ്പം നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. ജനനം പോലെ മരണവും നമുക്ക് സ്വീകാര്യമാവണം. ബോംബെയിൽ നിന്ന് ഒരാൾ എഴുതുക, എന്താ, ഭർത്താവ് ഇങ്ങനെ വളരെ കഷ്ടപ്പെടുന്നു, ചുമയങ്ങോട് വന്നാൽ പോണില്ല. മരിക്കുന്നതിന് 2 ദിവസം ഒരു ചുമയങ്ങോട് വന്ന് കണ്ണും കവിളും മൂക്കും ചെവിയും എല്ലാം കറുത്തു അത്രേ. മണിക്കൂറുകളോളം ചുമയ്ക്കുക. പ്രാണൻ പോണില്ലല്ലോ. എന്തു ചെയ്യാൻ പറ്റും നമുക്ക്? ഇതൊക്കെ ആകാശത്തിൻ്റെ ചോട്ടിൽ ഉള്ളിൽ നടക്കുന്ന ഗതിവിഗതികളാണ്. ഇതിൻ്റെ മുൻപിൽ കയ്യുകൂപ്പി തലകുനിച്ച് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ, എനിക്ക് ഇണങ്ങിച്ചേരാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് സമരസത്തോടുകൂടി സാമഞ്ജസ്യത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ അഭ്യസിക്കണം. ഇതേ വഴിയുള്ളൂ. ശ്രീരാമൻ എത്ര കഠിനമായ ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നത്. ആ ദുഃഖം മുഴുവനും വസിഷ്ഠരുടെ സംവാദത്തിൽ മഞ്ഞ് സൂര്യരശ്മിയിൽ ഉരുകിപ്പോകുന്ന മാതിരി ഉരുകി രാമന്റെ മനസ്സ് ശുദ്ധമണ്ഡലമായി, പൂർണ്ണ ചന്ദ്രനെ പോലെയായി. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇത്ര മഹത്തായ ഒരു കാവ്യനിധി നമ്മുടെ കയ്യിലുണ്ട്. എത്ര വിശേഷപ്പെട്ട നിധിയാ! ഈ ലോകത്തിൽ ആർക്കാർക്കെല്ലാം, എവിടെയെല്ലാം, എങ്ങനെയെല്ലാം, എത്രയെല്ലാം ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, നൂലാമാലുകളുണ്ടോ, അത് മുഴുവനും ഉരുകിപ്പോവും ഈ വിദ്യയുടെ മുൻപിൽ, ഈ അറിവിൻ്റെ മുൻപിൽ. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. രാമ, നീ എപ്പോഴും ലോകം ദുഃഖം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് നീ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ദുഃഖം. കാണുന്ന നിന്റെ നിലയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരം നശ്വരം, മനസ്സും നശ്വരം, ബുദ്ധിയും നശ്വരം, അഹങ്കാരവും നശ്വരം. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതായ ഒരു അധിഷ്ഠാനമുണ്ട്. അത് പരമാനന്ദഭരിതമാണ്, അത് അനശ്വരമാണ്, നിത്യപ്രകാശമാണ്. ആ പ്രകാശത്തിലാണ് ബാക്കിയൊക്കെ പ്രകാശിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ദൃശ്യവസ്തുക്കളെ കണ്ട് ദുഃഖിക്കുന്ന നിന്റെ മനസ്സിനോട് ദൃക്കിൻ്റെ വൈഭവം ഊട്ടിക്കൊടുക്ക. ആ മനസ്സ് അന്തർമുഖമായി ദ്രഷ്ടാവിൽ ചെന്നണഞ്ഞ് ആ അനശ്വര പ്രകാശം കണ്ടെത്തട്ടെ. അപ്പം എല്ലാം തീരുന്ന പറയണേ. ഈ ലോകത്തിലുള്ള ദുഃഖം തന്നെ, ആ ദുഃഖം കണ്ട് മനസ്സ് മുഷിയുന്നവരോ മടുക്കുന്നവരോ അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദുഃഖം.
പണക്കാരന് പണമുണ്ടാവാൻ വേണ്ടി പല വിഭവങ്ങളും ഇവിടെ ഉണ്ട്. അതേമാതിരി മനുഷ്യനെ ദുഃഖിപ്പിച്ച് ആ ദുഃഖത്തിനൊരു ശാശ്വത പരിഹാരം കാണാനാണ് ഇവിടെ പരമാത്മാവും പരമാത്മവിദ്യയും. രാമനിപ്പോൾ തീർത്ഥയാത്ര കഴിഞ്ഞ് ദുഃഖിച്ചിരിക്കുകയാണ്. ആ ദുഃഖിച്ചിരിക്കുന്ന രാമനോട് ഈ അന്തഃപ്രകാശത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മഹിമയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ദുഃഖത്തെ പൂർണ്ണമായി അസ്തമിപ്പിച്ചു വസിഷ്ഠൻ. ഇതെല്ലാവർക്കും നടക്കുന്നതാ. അതുകൊണ്ട് പറയാണ്, ബുദ്ധി കൊണ്ട് വിചാരയ, തത്വവിചാരം ചെയ്യൂ. എന്തിനെക്കുറിച്ച്? സത്യം അസത്യം ഹി പരിത്യജ. അസത്യവും നശ്വരവുമായിട്ടുള്ളതിനെ വിട്ടുകളയൂ. ഇനി മിണ്ടരുത്. ഈ ലോകം അങ്ങനെ, ഈ ലോകം ഇങ്ങനെ. നിങ്ങളാരാ അത് പറയാൻ? നിങ്ങൾ സൃഷ്ടിച്ച ലോകമാണോ? നിങ്ങളുടെ സമ്മതം മേടിച്ചിട്ടാണോ ലോക ബില്ല് പാസ്സാക്കിയത് പ്രപഞ്ചകർത്താവ്? പല ബില്ലുകളും പാസ്സാക്കാതെ നമ്മുടെ പാർലമെന്റ് ബുദ്ധിമുട്ടുന്നു. എന്താ? അതിന് വേണ്ടത്ര വോട്ടില്ല. അതുപോലെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടാണോ ഈ ലോകം രചിച്ചത്? അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ രചിച്ചു, എനിക്ക് അറിയുന്ന മാതിരി രചിച്ചു. അതുകൊണ്ടുള്ള കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് എനിക്കാന്നാണ് പ്രപഞ്ചകർത്താവ് പറയുന്നത്. നമ്മളാരാ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറാൻ? ഇവിടെ പലതരത്തിലുള്ള പ്രകൃതക്കാരുണ്ടാവും, കള്ളന്മാരുണ്ടാവും, മുള്ളന്മാരുണ്ടാവും, കവർച്ചക്കാരുണ്ടാവും, നല്ല മനുഷ്യരുണ്ടാവും, തങ്കമായിട്ടുള്ള മനുഷ്യരുണ്ടാവും, തപസ്വികളുണ്ടാവും. ഇവിടെ കുംഭമേളയ്ക്ക് ചെന്നാൽ എല്ലാവരും കൂടി ഹരേ ഹരേ ഹരി ഹരി എന്ന് പറഞ്ഞ് ഗംഗാ ഗംഗാ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കുളിക്കാൻ പോണു. അവരുടെ സന്തോഷം അത്. നിങ്ങളാരാ എന്തെങ്കിലും പറയാൻ? അവർക്കൊന്നും വേണ്ട. തലമുടി വടിക്കില്ല, താടി വളർത്തും, നഗ്നമായിരിക്കുന്നു. അവർക്ക് എന്തിനാ? നോക്കൂ, ഈ പ്രപഞ്ചത്തിന് നിങ്ങളെ എല്ലാ വിധത്തിലും ഭ്രമിപ്പിക്കാൻ വേണ്ടി, മോഹമാണെങ്കിൽ മോഹം, ഭ്രമമാണെങ്കിൽ ഭ്രമം, വെറുപ്പാണെങ്കിൽ വെറുപ്പ്, മത്സരമാണെങ്കിൽ മത്സരം, എല്ലാ കളരിയും ഇവിടെ പയറ്റി നിങ്ങളെ ഭ്രമിപ്പിച്ച് വട്ടം തിരിക്കാനാണ് ഈ ലോകം. അപ്പോഴേ നിങ്ങൾ ആലോചിക്കുള്ളൂ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ളത് എന്താണ്. കാണപ്പെടുന്ന ലോകം നമ്മൾ നട്ടം തിരിക്കുമ്പോഴാണ് കാണപ്പെടുന്ന ലോകം ദൃശ്യത്തെ വിട്ട് ദൃഷ്ടമണ്ഡലത്തിലേക്ക് മനസ്സ് തിരിയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. പറയൂ സ്വാമിജി. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, മരിച്ച കുട്ടികളാണ് നമ്മളെ പഠിപ്പിച്ച് ഉദ്ബുദ്ധരാക്കി തീർക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കുട്ടികളോട് കുറച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസവും അവന് അനുസരണശീലം പോരാ, ഞാൻ ചെയ്തതൊക്കെ ഓർമ്മ വെച്ചില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് കൂടുതലും അച്ഛനമ്മമാർക്കുള്ളത്. മരിച്ച കുട്ടികളാണ് നമ്മളെ പ്രബുദ്ധരാക്കി തീർക്കുന്നത്. ആ പെൺകുട്ടി 12 വയസ്സായ ഒരു കുട്ടി മരിച്ചതിൻ്റെ പേരിലാണ് മഹാഭാരതം എന്ന് പറയുന്ന പുസ്തകം അവിടെ മുമ്പും ഉണ്ടായിരുന്നു. വിദ്വാൻ പ്രകാശം അപ്പോഴേ അത് വായിച്ചുള്ളൂ. വിദ്വാനായിട്ടും ഒരു വിദ്വാന് വായിക്കാനുള്ളതല്ലേ വാസ്തവത്തിൽ മഹാഭാരതം. എത്രയധികം വിദ്വത്വം കൂടും. നിങ്ങൾക്കും അതുമാതിരി കുറച്ചിപ്പോൾ ഒരു വിഷമം തോന്നിയാലും എത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം എന്നാണ് കൃഷ്ണനും ഗീതയും പറയുന്നത്. ആദ്യം കുറച്ച് വിഷം പോലെ തോന്നും, അത് കഴിഞ്ഞാൽ സർവത്ര അമൃത. അതാണ് സാത്വികം ആത്മബുദ്ധി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതിൽ വെറുതെ അനാവശ്യമായിട്ട് ദുഃഖിക്കേണ്ട. ദിവസേന ഒരു 5-10 മിനിറ്റും ഒക്കെ കരഞ്ഞോളൂ. നല്ലതാണ്. കരഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം തോന്നണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നല്ല വഴിക്ക് ചിന്തിക്കൂ, നിങ്ങൾ ഇനിയും വരൂ, സമ്പർക്കം പുലർത്തൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധയിത്യുക്ത്വ. നിനക്ക് ഒരു വിധത്തിലുള്ള ബന്ധനവുമില്ല രാമ. എന്തിനാ ബന്ധനം? ശരീരം ശ്വസിക്കുന്നതോ ബന്ധനം, ഭക്ഷണം കഴിക്കുന്നതോ ബന്ധനം, നടക്കുന്നതോ ബന്ധനം, കണ്ണ് കാണുന്നതോ ബന്ധനം. നമ്മുടെ ബന്ധനം മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സെന്താ, ബുദ്ധി എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും ഒരു പദാർത്ഥമോ ഒരു സത്തയോ അല്ലേ? കാറ്റുണ്ട്, വെള്ളമുണ്ട്, ഭൂമിയുണ്ട്, അഗ്നിയുണ്ട്, ആകാശമുണ്ട്. ഇതൊക്കെ ഓരോ തരത്തിലുള്ള അസ്തിത്വമാണ്. അതേപോലെ മനസ്സും സൂക്ഷ്മമായിരിക്കുന്ന ഒരു സത്തയാണ്. ബുദ്ധിയും അതെ, അന്തരാത്മാവും തന്നെ. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. രാമ, നീ ശരീരമാണോ അതോ ശരീരിയോ? ദേഹമാണോ അതോ ദേഹിയോ? ദേഹിയാണെങ്കിൽ നിനക്ക് ഒരു വിധത്തിലുള്ള ബന്ധനവുമില്ല. ആകാശത്തിന് ബാക്കിയുള്ള 4 ഭൂതങ്ങൾ കൊണ്ട് ബന്ധനമുണ്ടോ? ഇല്ല. നമുക്കും പാഞ്ചഭൗതികമായ ശരീരമോ അതിന് വന്നിട്ടുള്ള ജന്മമോ ജന്മാനന്തരമുള്ള വിവിധ പ്രവൃത്തികളോ സമ്പർക്കങ്ങളോ ഇതൊന്നും കൊണ്ട് നമ്മുടെ ശരീരിക്ക് ഒരു ബന്ധനവും വരാനില്ല. അത് അതിസൂക്ഷ്മമാണ്. ആ സൂക്ഷ്മത്തിനെ ഒരു സ്ഥൂല വസ്തുവും ഒരു തരത്തിലും ബാധിക്കാനോ തുളയ്ക്കാനോ ഗ്രഹിക്കാനോ ഗ്രസിക്കാനോ പറ്റില്ല. അബദ്ധോ ബദ്ധയിത്യുക്ത്വ കിം മുധാ പരിശോചസി.
ബന്ധനമില്ലാത്ത തന്നെക്കുറിച്ച് ബന്ധനമുണ്ട് എന്ന് പറഞ്ഞ് വേണ്ടാതെ വെറുതെ ശുമ്മ ഇങ്ങനെ പരിതപിക്കുന്നതിന് എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നു ആര്? വസിഷ്ഠൻ. സമ്യഗാലോകനാത് സത്യാത് വാസനാ പ്രവിലീയത്തെ വാസനാ വിലയേ ചേതഃ ശാമ്യത്യസ്നേഹദീപവത്. സമ്യഗാലോകനാത് സത്യാത് വാസനാ പ്രവിലീയതേ. എൻ്റെ പ്രേക്ഷകരെ, ഞാനിത് എത്ര തവണ പറയണം, പറഞ്ഞു, ഇനിയും പറയണം. നമ്മുടെ മനസ്സിനെ ഇട്ട് അലട്ടുന്നത് മുഴുവൻ നമ്മുടെ ആഗ്രഹങ്ങളാണ്, വാസനകളാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ശരീരം കിട്ടിയതുപോലെ നമ്മുടെ തലച്ചോറും മനസ്സും ഒരളവ് വരെ നമ്മൾ അച്ഛനമ്മമാരിൽ നിന്നും അവരുടെ പൂർവ്വ പരമ്പരകളിൽ നിന്നും കുറേശ്ശെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്നിരിക്കുക. അതിൽ ലേറ്റൻ്റ്, അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ചില വാസനകളും ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കി തീർക്കണമെങ്കിൽ എന്തു വേണം? മനസ്സിലും മസ്തിഷ്കത്തിലുമാണ് ആഗ്രഹം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആ ആഗ്രഹത്തിനെ ഇല്ലാതെയാക്കി തീർക്കണമെങ്കിൽ മനസ്സിലും ബുദ്ധിയിലും സ്പർശിക്കുന്നതായ തത്വവിചാരം ഉണ്ടായേ തീരും. വേറെ ഒന്നിനും മനസ്ഥലത്തിൽ തുളഞ്ഞു കയറാൻ പറ്റില്ല. അപ്പം എന്താ ഇവിടെ പറയുന്നത്? സമ്യക് ആലോകനാത് സത്യാത്. വീണ്ടും 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 ഈ സത്യത്തിനെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും വിചാരം ചെയ്തും കണ്ണടച്ച് ധ്യാനിച്ചും എൻ്റെ ശരീരം പാഞ്ചഭൗതികം. ആ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു ചേതനയുണ്ട്. ആ ചേതന ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. ആകാശം ജഡാകാശമാണെങ്കിൽ, ദ്രവ്യാകാശമാണെങ്കിൽ, ഉള്ളിലുള്ളത് ചിതാകാശമാണ്, ഉണർവാകാശമാണ്. അത് ആകാശത്തിനേക്കാൾ സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായ ആകാശത്തിന് ആനന്ദമാണ് ഇതിൻ്റെ രൂപം. അതിന് ഒരു സാധനവും ആവശ്യമില്ല. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആ പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ആറാമത്തെ ഒരു ഘടകമുണ്ട്. അങ്ങനെ ചൈതന്യം കൊണ്ടും പഞ്ചഭൂതങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു ചെറിയ പഴുതുപോലുമില്ല ഭൂലോകത്തുനിന്ന് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്ന് അവിടെ ഇറക്കി വയ്ക്കാൻ. എൻ്റെ വ്യക്തിത്വം നിറഞ്ഞതാണ്. അതിലിനി ഒന്നിനും സ്ഥലമില്ല. പ്രപഞ്ച വസ്തുക്കൾ ഒരു ഗ്രാം പോലും എൻ്റെ ഉള്ളിലേക്ക് ഇനി പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പ്രതിദിനം കഴിക്കുന്ന ഭക്ഷണം, വായു, വെള്ളം, ഇത്രയേ എനിക്ക് ആവശ്യമുള്ളൂ. അത് കഴിച്ചു, അതേമാതിരി മലവും മൂത്രവുമായി വേർപ്പായി അത് പൊക്കോളും. കുറേയൊക്കെ ശരീരത്തിൽ രക്തമായി തീരും. ആ രക്തം മുഴുവനും പ്രവൃത്തിയെടുത്ത് ഊർജമായി ചെലവ് ചെയ്തു പോവും. അപ്പം എൻ്റെ ശരീരത്തിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് ഒന്നും ഇവിടുന്ന് കിട്ടാനില്ല എന്ന് നിറഞ്ഞിരിക്കുന്നതാ. ഈ സത്യം ആവർത്തിച്ച് കണ്ട് മനസ്സിലുള്ള ആശകൾ മുഴുവനും ലയിച്ച് ഇല്ലാതെയാവട്ടെ. അങ്ങനെ വാസനകൾ മനസ്സിൽ ലയിച്ചു കഴിഞ്ഞാൽ ശാമ്യതി അസ്നേഹദീപവത് ചേത. എണ്ണയില്ലാത്ത വിളക്ക് തനിയെ കെട്ടുപോകുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ള വാസനകൾ മുഴുവൻ ലയിച്ചില്ലാതെയാവും. ശരത്കാലത്തിലെ ആകാശം പോലെ ശുദ്ധ നിർമ്മലമായ ചൈതന്യം മാത്രമാകും നമ്മുടെ ഉള്ളിൽ. ഇതിനെന്താ നിങ്ങൾക്ക് വിഷമം? നമ്മുടെ മനസ്സിലാണ് ആഗ്രഹം. ആ ആഗ്രഹം ഇല്ലാതെയാവണമെങ്കിൽ സത്യത്തെക്കുറിച്ച് ആലോചിക്കൂ, മനനം ചെയ്യൂ, ആലോചിക്കൂ, മനനം ചെയ്യൂ, വിചാരം ചെയ്യൂ. സത്യത്തിനെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ബൗദ്ധമായിരിക്കുന്ന ഒരു എക്സസൈസ്, ഒരു സാധനയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ബൗദ്ധ സാധനയ്ക്ക് വാക്സാധനയേക്കാൾ, ശരീര സാധനയേക്കാൾ, വെറും സ്മരണം എന്ന മനന സാധനയേക്കാൾ ശക്തമാണത്. എങ്ങനെയാ ഈ രാമൻ ഇരുന്ന ഇരിപ്പിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും കണ്ണടച്ച് ഉള്ളിൽ ലയിച്ചിരുന്നത്? കഠിനമായി ദുഃഖിച്ച് വിഷമിച്ചു കൊണ്ടിരുന്ന രാമന് ദുഃഖവുമില്ല, സുഖമൊട്ട് ആവശ്യവുമില്ല, ഇളക്കവുമില്ല, നിരാശയുമില്ല. എല്ലാം കഴിഞ്ഞ് സുഖമായി ഉള്ളിൽ ലയിച്ചിരിക്കുന്നു. എങ്ങനെയാ? ആ വസിഷ്ഠൻ്റെ സംവാദത്തിൻ്റെ പ്രഭാവം അത് സ്വാംശീകരിച്ചിങ്ങനെ എടുത്തതിൻ്റെ വിശേഷത അതാണ് അവിടെ നടന്നത്.